അപരനെ തന്നിലൊരാളായി കാണാൻ പഠിപ്പിച്ച സ്നേഹദർശനമാണ് ഗുരു നിത്യചൈതന്യയതി എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഗുരു നിത്യചൈതന്യയതി സാംസ്കാരിക സമുച്ചയത്തിന്റെയും അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനം മ്ലാന്തടം ശ്രീ ഗുരുമുരുക ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലോകമെമ്പാടും ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള ഗുരു നിത്യചൈതന്യയതി വിഭജനങ്ങളില്ലാത്ത ലോകത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. കലയും സാഹിത്യവും സംഗീതവും ആത്മീയതയുടെ അവിഭാജ്യ ഘടകമാണെന്ന് വിശ്വസിച്ച ഗുരുവിന്റെ സ്മരണകളുള്ള സാംസ്കാരിക സമുച്ചയം വരും തലമുറയ്ക്ക് പ്രയോജനമാകും. വർഗീയത വെല്ലുവിളിയായി നമ്മുടെ മുന്നിലുണ്ട്. മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സിനിമയും കലയും ദുരുപയോഗം ചെയ്യപ്പെടുന്നു. കേരളം കാലങ്ങളായി കാത്തുസൂക്ഷിക്കുന്ന മതസൗഹാർദ്ദത്തെയും സാഹോദര്യത്തെയും തകർക്കാനും ലോകത്തിനു മുമ്പിൽ നാടിനെ അപമാനിക്കാനുമാണ് ചിലർ ശ്രമിക്കുന്നത്. വർഗീയ അജണ്ടകളെയും വ്യാജ പ്രചരണങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുന്നതിന് ഗുരു നിത്യചൈതന്യയതിയെപ്പോലെയുള്ള ഗുരുമഹാന്മാരുടെ ചിന്തകൾ കരുത്തു പകരുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ രേഖപ്പെടുത്തേണ്ട ഒരു ദിനമാണിന്ന്. ലോകമാദരിക്കുന്ന മഹാനായ ദാർശനികനും മനുഷ്യസ്നേഹിയുമായ ഗുരു നിത്യചൈതന്യയതിയുടെ സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ 37 കോടി രൂപ ചെലവിൽ ഒരു അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രത്തിന് ശിലാസ്ഥാപനം നടത്തുമ്പോൾ സ്നേഹത്തിൻ്റെയും ഒത്തുതീർപ്പില്ലാത്ത മാനവീയതയുടെയും ഒരു വലിയ സന്ദേശമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. കോന്നിയുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധി അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA നിരന്തരമായ പരിശ്രമം, അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിൻ്റെ ആത്മാർത്ഥമായ ഇടപെടലും സഹായവും അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യ ഒന്നാം ഘട്ടത്തിൽ 7 കോടി രൂപ ചെലവിൽ ഈ സ്വപ്ന പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാവുന്നു. ഗുരു നിത്യചൈതന്യയതി കേവലം ഒരു സന്യാസ സെഷൻ മാത്രമായിരുന്നില്ല, മറിച്ച് അദ്വൈത ദർശനത്തെ ആധുനിക കാലഘട്ടത്തിലെ മാനവികതയുമായി കൂട്ടിയിണക്കിയ വിശ്വപൗരനായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ 7 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പഠിതാക്കൾക്ക് ഗുരുവിന്റെ ദർശനങ്ങൾ പഠിക്കാനും പങ്കുവയ്ക്കുവാനുമുള്ള ഒരു വിജ്ഞാന കേന്ദ്രമായി ഗവേഷണ കേന്ദ്രം മാറുമെന്നും മന്ത്രി പറഞ്ഞു. ഗുരു നിത്യചൈതന്യയതിക്ക് ജന്മനാട്ടിൽ സ്മാരകമെന്ന ജനങ്ങളുടെ ആഗ്രഹമാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ KU ജനീഷ് കുമാർ MLA പറഞ്ഞു. പദ്ധതിക്കായി അരുവാപ്പുലം ഗ്രാമപഞ്ചായത്താണ് 1 ഏക്കർ ഭൂമി മ്ലാന്തടം മുറ്റാക്കുഴി വായനശാല ജംഗ്ഷനിൽ വാങ്ങി നൽകിയത്. വിവിധ സർവകലാശാലകളിൽ ഗുരുവിന്റെ ചിന്തകളും എഴുത്തുകളും പഠനത്തിന്റെ ഭാഗമാകുമെന്നും MLA പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിനാണ് നിർമ്മാണ ചുമതല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനാമ റോയ്, കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബിൻ പീറ്റർ, വൈസ് പ്രസിഡന്റ് ക്ഷേമ ശേഖർ, ജില്ലാ പഞ്ചായത്ത് അംഗം S സന്തോഷ് കുമാർ, അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B രേഷ്മ, അംഗങ്ങളായ L വിമൽകുമാർ, ശ്രീലത, സെക്രട്ടറി VN അനിൽ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രേഷ്മ മറിയം റോയി, കെപ്കോ മുൻ ചെയർമാൻ K പത്മകുമാർ, സംഘാടക സമിതി രക്ഷാധികാരി TP സുന്ദരേശൻ, CDS ചെയർപേഴ്സൺ മിനി രാജീവ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോന്നി.